തലപ്പാടി ചെങ്കള റീച്ചിൽ ഹൈവേയുടെ വർക്ക് പൂർത്തിയാകുന്ന സമയത്ത് ജനങ്ങൾക്ക് വലിയ ആഘാതം നൽകുന്ന രീതിയിലാണ് തൊട്ടടുത്ത റീച്ചിൻ്റെ വർക്ക് പോലും പൂർത്തിയാകാതെ ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കാനുള്ള ശ്രമം ഞങ്ങൾ അറിഞ്ഞത്. അന്ന് തന്നെ ബഹുമാനനായ MP-യും കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന്, ഉദുമ MLA CH കുഞ്ഞമ്പു, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡേഴ്സ്, കുമ്പള പഞ്ചായത്തിലെ ഭരണസമിതിയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അംഗങ്ങളടക്കമുള്ള ടീം ഞങ്ങളതിനെ ശക്തമായി ഡോക്യുമെൻറ്റുകൾ മുഖാന്തരം കൃത്യമായ അതിൻ്റെ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുകയും അവസാനം അവർ ആരും അറിയാതെ വർക്ക് തുടങ്ങിയപ്പോൾ MP-യുടെ നേതൃത്വത്തിൽ MLA-മാരും ഞങ്ങളൊക്കെ വളരെ ശക്തമായ സമരത്തിൻ്റെ ഭാഗമായി വർക്ക് തടഞ്ഞുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു, കോടതിയെ സമീപിച്ചു. ആദ്യ 1-2 ഘട്ടങ്ങളിൽ കോടതി ഞങ്ങൾക്ക് അനുകൂലമായ സ്റ്റേ ആണ് വിധിച്ചത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായി കോടതി ആ സ്റ്റേ നീക്കിക്കൊണ്ട് NH-ന് അനുമതിയുള്ളത് കൊണ്ട് ആ ടോൾ നിർമ്മിക്കാം എന്നുള്ള ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഈ ടോൾ ബൂത്ത്, ഈ ടോൾ ഗേറ്റ് ഇവിടെ പാടില്ല എന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. ഇപ്പോൾ ബഹുമാന്യനായ MP ഇവിടെ നമ്മുടെ ഗഡ്കരിയുടെ ഒരു പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞു. ആ പ്രസ്താവന അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്. MP അതിവിടെ വിശദീകരിച്ചു. 60 കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ ഗേറ്റ് അല്ലാതെ രണ്ടാമത്തെ ടോൾ ഗേറ്റ് പാടില്ല എന്നതാണ് നിയമം. ഹോസ്പിറ്റലുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശ്രയിക്കുന്നത് പരമ്പരാഗതമായി മംഗലാപുരത്തെയാണ്. അങ്ങനെ പോകുന്ന ആളുകളിൽ ഇന്നിപ്പോൾ സാധാരണ ഒരു ചെറിയ ഫാമിലിക്ക് പോലും ഒരു ചെറിയ കാറൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ ടോൾ കൊടുത്ത് ഭീമമായ ദൈനംദിന ചെലവ് കൂടുന്ന ഒരവസ്ഥ ഞങ്ങളുടെ എല്ലാ യോഗങ്ങളിലും ചർച്ച ചെയ്തൊരു വിഷയമാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ 60 കിലോമീറ്ററിൽ ഒരു ടോൾ, അത് ഞങ്ങൾ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല. തൊട്ടടുത്ത റീച്ചിൻ്റെ വർക്ക് പോലും പൂർത്തിയായിട്ടില്ല. ഇവിടെ മലയാളികളുടെ ഒരു സൊസൈറ്റി ULCC എടുത്ത വർക്ക് അത് വേഗതയിൽ പൂർത്തിയായി എന്ന ഒറ്റ കാരണം കൊണ്ട്, ഇങ്ങനെ ആ വർക്ക് പൂർത്തിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് താൽക്കാലിക ടോൾ നിർമ്മിച്ച് ജനങ്ങളിൽ നിന്ന് പിഴിയാനുള്ള ഈ ഒരു നീക്കം എന്തായാലും ബന്ധപ്പെട്ട ആളുകൾ ഉപേക്ഷിക്കണം. ഇതിൽ ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കൊടിയുടെ നിറം നോക്കാതെ ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒന്നിച്ചു നിൽക്കുകയാണ്.